السلام عليكم ورحمة الله وبركاته. അധികമൊന്നും സംസാരിച്ച് നിങ്ങളുടെ സമയം കവർന്നു കളയുമെന്ന് പേടിക്കേണ്ടതില്ല. അതിന് മാത്രമുള്ള ആരോഗ്യവും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലൗ തഅലമൂന മാ അഅലം ലളഹിക്തും ഖലീലൻ വലബകൈതും കസീറ. എനിക്കറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളും അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ, കരഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു എന്നാണ് നിശ്ചയം. മനുഷ്യ സമൂഹത്തിൻ്റെ മോചനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനം കൊണ്ട് അള്ളാഹു എല്ലാ പ്രവാചകന്മാരുടെയും ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് അള്ളാഹു നൽകിയിട്ടുള്ളത് വെളിച്ചമാണ്. തികച്ചും അന്ധകാരാവൃതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദീൻ മൗലവി 10 കൊല്ലത്തെ നീണ്ട ത്യാഗ സമരത്തിൻ്റെ ഒടുവിൽ കേരളം മുതൽക്ക് ലാഹോർ വരെയുള്ള, കൽക്കത്ത മുതൽ ശ്രീലങ്ക വരെയുള്ള ഭൂപ്രദേശങ്ങളിലെല്ലാം ചുറ്റിത്തിരിഞ്ഞ് അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്വാൻമാരായ പണ്ഡിതന്മാരിൽ അഭിപ്രായങ്ങളൊക്കെ തേടുകയും 11 കൊല്ലത്തെ ഒരു സിലബസ് തയ്യാറാക്കിക്കൊണ്ട് അവരുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തപ്പോൾ എല്ലാവരും അതിന് സർട്ടിഫൈ ചെയ്യുകയും അത് ഉറുദു ഭാഷയിൽ അച്ചടിച്ച് ഞാൻ ചേരുന്ന കാലത്ത് ഒരു ഫോട്ടോസായാലും അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടത് കാലഹരണപ്പെടുകയോ നഷ്ടപ്പെടുകയോ ചെയ്തു. അപ്പോൾ 11 കൊല്ലം എന്ന് പറയുന്നത് അന്ന് വിദ്യാഭ്യാസം തുടങ്ങുന്നത് തന്നെ 6-ാം വയസ്സിൽ ആണ്. 5 കൊല്ലം മാത്രമാണെന്ന് 4 കൊല്ലം പഠിച്ചവരാണ് അധികം. ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർ 4-ാം ക്ലാസ്സുകാരനായിരുന്നു, മുസ്ലിം. അപ്പോൾ 4ഉം 5ഉം ക്ലാസ് പഠിച്ചാൽ സ്കൂളിൻ്റെ മേധാവി ആയിത്തീരാൻ മാത്രമുള്ള യോഗ്യത അന്ന് നേടിയിരുന്നു. അങ്ങനെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റം വരുത്തി 7ാം തരം വരെ ആയി. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് 7ാം തരം വരെയുള്ള ഒരേ ഒരു സ്കൂളാണ് ഉണ്ടായത്. അതിനുശേഷമാണ് കാസർഗോഡ് 3 ഹൈസ്കൂളുകളും നിലവിൽ വന്നത്. ഒന്ന് ക്രിസ്ത്യാനികളുടെ മേൽമേൽത്വത്തിൽ, പിന്നൊന്ന് ജനറൽ. പക്ഷേ മുസ്ലിം എന്ന് പറയാൻ ഹിന്ദു എന്ന് പറയാൻ പറ്റുകയില്ലെങ്കിലും മുസ്ലിമും ക്രിസ്ത്യാനും അല്ലാത്ത, അതിന് ശേഷം മുസ്ലിങ്ങളെല്ലാം കൂടി കാസർഗോഡ് മുസ്ലിം ഹൈസ്കൂളുണ്ടായി. ആ ഹൈസ്കൂളിൽ ആളുകൾ ഇങ്ങനെ ഒഴുകി. പക്ഷേ സ്ഥലമില്ലാത്തതുകൊണ്ട് പലർക്കും ചേരാൻ പറ്റിയില്ല. ആ കൂട്ടത്തിൽ ഞാനും സ്വളം തള്ളപ്പെട്ടു. 1946 5ാം ക്ലാസ് പൂർത്തിയായി എൻ്റെ ചേട്ടൻ എന്നെ അവിടെ കൊണ്ടുപോയി. അപ്പോൾ അവിടുത്തെ ഹെഡ് മാസ്റ്റർ തലശ്ശേരിക്കാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അടുത്ത കൊല്ലം കുറച്ചുകൂടി ട്യൂഷനൊക്കെ ആയിട്ട് വന്നാൽ 2nd ഫോമിൽ ചേരാം എന്ന്. എൻ്റെ ജ്യേഷ്ഠൻ കാസർഗോഡ് ബോർഡ് ഹൈസ്കൂളിൽ പഠിക്കുന്ന ആളായിരുന്നു. തായ് ഉസ്താദ് അവിടെ അറബിക് ടീച്ചറായിരുന്നു. തായ്സ്ഥാവുമായിട്ടുള്ള പരിചയത്തിൻ്റെ പേരിൽ തായ്സ്ഥാവിൻ്റെ മൗലവിയുടെ കൂടെയായിരുന്നു ആലിയയുടെ എല്ലാ പ്രവർത്തനങ്ങളും. ആലിയയിൽ കൊണ്ടുവന്നിട്ട് ഇദ്ദീൻ മൗലവിൻ്റെ തായ് മൗലവിൻ്റെ മുമ്പിൽ ഹാജരാക്കി എന്നെ ആലിയയിൽ ചേർത്തു. അങ്ങനെ 46-ൽ ഞാൻ ആലിയയിൽ ചേർത്തു. അന്ന് 8 കൊല്ലത്തെ സിലബസായിരുന്നു. അത് പിന്നെയും ചുരുക്കണം എന്ന് ആവശ്യം വന്നിട്ട് 7 ആക്കി. പിന്നെയും ചുരുക്കിയിട്ട് ഇപ്പോൾ 6 ആണ് ഉള്ളത്. അപ്പോൾ അന്ന് പഠിപ്പിച്ചിരുന്ന
പല വിഷയങ്ങളും പഠിപ്പിക്കാൻ സാധിക്കുകയില്ല. അതുമാത്രമല്ല, പണ്ട് പള്ളിയിലൊക്കെ പഠിച്ച കാലത്ത് ഓരോ വിഷയങ്ങളാണ് പഠിച്ചിരുന്നത്. ഒന്ന് പഠിച്ച് പൂർത്തിയായാൽ അടുത്ത വിഷയം പഠിക്കുക, അതായിരുന്നു അന്നത്തെ സമ്പ്രദായം. പക്ഷേ ഇത് ചുരുങ്ങി ഇപ്പോൾ ഇനിയും കുറക്കണം എന്നുള്ളിടത്തേക്കാണ് സംഗതി. ഇപ്പോൾ ഈ നിങ്ങൾ അവസാനം കേട്ട പ്രസംഗത്തിൽ ഇതെല്ലാം മാറിയിട്ട് വിഷയങ്ങൾ ഇപ്പോൾ മണിക്കൂറുകളുടെ പിന്നെ അളവിൽ ചുരുക്കിക്കളയണം എന്നുള്ളിടത്തോളം കുട്ടികൾ അത്രയും സ്മാർട്ടാണ്, ഇൻ്റലിജൻ്റാണ് എന്നൊക്കെ ഉള്ള അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനെപ്പറ്റിയൊക്കെ ശരിയായ ഒരു ഗവേഷണവും പരിശോധനയൊക്കെ നടത്തിയിട്ട് മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുന്നത്, ഞാൻ ഇന്ന് മനുഷ്യൻ്റെ ഇന്ന് നമ്മൾ ലോകത്തെ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ, അതുപോലെ കേരളത്തിലൊക്കെയുള്ള മുഴുവൻ ജനങ്ങളുടെ ഈ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എന്തൊരു സങ്കടമാണ്. ഏതെങ്കിലും ഒരാൾക്ക് ഒരു സ്വസ്ഥതയോ സമാധാനമോ ശാന്തതയോ ഉണ്ടോ? ജീവിതത്തിൽ എന്തെങ്കിലും സൗകര്യമുണ്ടോ? ധൈര്യമായിട്ട് എന്തെങ്കിലും ഒരു സംഗതി ഏറ്റെടുക്കാനോ ചെയ്യാനോ നിർവഹിക്കാനോ പറ്റുമോ? ഒരു സമാധാനവുമില്ലാത്ത ഒരു അന്തരീക്ഷം. അതേസമയത്ത് ലോകം പുരോഗമിച്ചിട്ട് ഈ കൃത്രിമ ബുദ്ധി എന്ന് പറയുന്ന ആ സാധനം ഉണ്ടാക്കിയിട്ട് അതിപ്പോൾ അടുത്ത കൊല്ലം ശരിയായ ബുദ്ധിയെ കൂടി കവച്ചു വെക്കും എന്നിടത്തേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ അത് അവിടെ എത്തിയതിന് ശേഷം മാത്രം മനസ്സിലാണ്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ മനുഷ്യനെ അമാനുഷ്യനാക്കി തീർക്കാൻ വേണ്ടി, അതായത് മരണം ഇല്ലാതാക്കാൻ വേണ്ടി എങ്ങനെ സാധിക്കും എന്നുള്ളൊരു ഭയങ്കര ഗവേഷണശാല സ്ഥാപിച്ചിരിക്കുകയാണ്. അത് ഇപ്പോഴും തുടരുന്നുണ്ടാവും. പക്ഷേ അത് ചിലപ്പോൾ സാധിക്കും വിശ്വസിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും. അമനുഷ്യൻ എന്നൊക്കെ ഉള്ള പ്രയോഗങ്ങളും കവികളും സാഹിത്യകാരന്മാരൊക്കെ പറയലുമുണ്ട്. അപ്പോൾ മനുഷ്യനെ അങ്ങനെ എല്ലാ പ്രകാരത്തിലും മനുഷ്യൻ്റെ സർവ്വസ്വതന്ത്രനാക്കി തീർക്കാനുള്ള കഴിവ് മനുഷ്യന് നേടാൻ കഴിയും എന്നൊക്കെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അടുത്തോടെ എത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും സ്വസ്ഥമായ സമാധാനപൂർണമായിട്ടുള്ള ഒരു ജീവിതം മനുഷ്യർക്ക് പ്രദാനം ചെയ്യാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഗവേഷണവും ഒരു ചർച്ചയും ഒരു പഠനവും ഒരു കൂട്ടായ്മയും ഒന്നും നടക്കുന്നില്ല. ഇത് ഇതിനെക്കുറിച്ച് ഒരു വേദനയുള്ള മനുഷ്യൻ്റെ ഗുണകാംക്ഷയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അയാളെ സങ്കടപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൊക്കെ അതിലായിരുന്നു. ഒരു ഹദീസിൽ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഇങ്ങനെ നരകത്തിലേക്ക് കുത്തി വീഴുകയാണ്, ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിച്ച് ഇങ്ങോട്ട് പുറകോട്ട് വലിക്കുകയാണ്, നിങ്ങൾ നരകത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ എൻ്റെ മുഴുവൻ ശക്തിയും ബലവും പ്രയോഗിച്ചിട്ട് നിങ്ങൾ വലിക്കുന്നു. അത്രത്തോളം മനുഷ്യനോടുള്ള ഗുണകാംക്ഷയും മനുഷ്യരുടെ രക്ഷക്കും മോചനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അമ്പിയാക്കന്മാരൊക്കെ ചെയ്തിട്ടുള്ളത്. അതുതന്നെയാണ് ഇസ്ലാം, അതാണ് മുസ്ലിമുകളും ചെയ്യേണ്ടത്. പക്ഷേ ഈ രീതിയിൽ ചിന്തിക്കുന്ന ഒരു ലോകം തന്നെ ഇല്ലാതായി പോയിരിക്കുകയാണ്. ഈ ജാതി ബോധവും ചിന്തയും മനുഷ്യരിൽ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് സാധിക്കേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ മനുഷ്യനായിട്ട് പോലും ജീവിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ തീർച്ചയായും സംഭവിച്ചേക്കും എന്ന് നാം ഭയപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ ബോധവും അതിൽ ബുദ്ധതയും അതുപോലെ തന്നെ മാനുഷികമായ വികാരമൊക്കെ മനുഷ്യർക്ക് ഉണ്ടാക്കി തീർക്കുകയും ഗുണകാംക്ഷയും സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ സൃഷ്ടിക്കാനും അതുപോലെ സമാധാനപരമായിട്ടുള്ള ഒരു കാലാവസ്ഥയും ഒരു അന്തരീക്ഷവും നാട്ടിലും ലോകത്തുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തീർക്കുമാറാകട്ടെ. അതിന് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ ഈ രീതിയിലുള്ള ചിന്താഗതിയും ഒക്കെ വളർത്തിക്കൊണ്ട്, ഞാൻ വരുന്ന കാലത്ത് ഇവിടെ ഇവരും കുറേ കറുത്ത പാറക്കല്ലുകൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇവിടെ നോക്കിയാൽ കണ്ടെത്താത്ത ദൂരത്തോളം ആകെ മുഴുവൻ ദുനിയാവും കണ്ടിരുന്ന കാലത്ത് ഇപ്പോൾ ഇവിടെ നിലം തന്നെ കാണാത്തടത്ത് എത്തിയിരിക്കുകയാണ്. അത്രയും വലിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതേസമയത്ത് മനസ്സിൻ്റെ ഉള്ളിൽ
എത്രത്തോളമാണ് നമ്മുടെ തമ്മിലുള്ള ബന്ധവും സ്നേഹവും സൗഹാർദ്ദവും എന്നുള്ളത് അത് അളക്കാൻ പറ്റുകയില്ല. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിക് ദുബായ് ഇസ്ലാമിക് ബാങ്കിലെ പിന്നെ ചെയർമാനായിരുന്ന ഷെയ്ഖ് സയ്യിദ് അഹമ്മദ് ലൂത്ത അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം ചോദിച്ചത്, നിങ്ങൾ അവിടെ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ട് ആ പരിസരത്ത് എത്ര ആളുകൾ ഈ സന്ദേശം ഉൾക്കൊണ്ടു, എത്ര ആളുകൾ ദീന് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. അപ്പോൾ അതിന് ഡോക്ടർ ഹബീബ് പറഞ്ഞ് അങ്ങനെ ഒരാരും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ നിങ്ങളുടെ വേസ്റ്റാണ് നിങ്ങളുടെ പ്രവർത്തനം. നിങ്ങൾ ഒരു സ്ഥലത്ത് ഈ വെളിച്ചമായിട്ട് കുത്തിരുന്നിട്ട് ഒരൊറ്റ മനുഷ്യനും കണ്ണ് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് വെളിച്ചമാണ് നിങ്ങളുടേത് എന്ന് ചോദിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ദൗർഭാഗ്യം ഇല്ലാതിരിക്കുകയും മനുഷ്യർക്ക് ശരിയായ കാഴ്ചപ്പാടും വെളിച്ചവും ഉണ്ടാക്കി തീർക്കാൻ ഇസുദ്ദീൻ മൗലവി എങ്ങനെയാണോ മുസ്ലിം സമൂഹത്തെ ഈ ഇരുട്ടത്ത് തപ്പിയിരുന്ന സമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിച്ചിരിക്കുന്ന അതേപോലെയുള്ള ഒരു അവസ്ഥ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കണം. അതിനു വേണ്ട ശ്രമം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഏത് നാട്ടിലും ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ സംഭവിക്കുന്നത് നമ്മൾ കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ കാണുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ നാട്ടിൽ അത്രത്തോളം ആയിട്ടില്ലെങ്കിലും അത് അങ്ങനെ സംഭവിക്കില്ല എന്ന് വിശ്വസിക്കാൻ സാധ്യമല്ല. നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതിന് നമ്മളെ സംസ്കരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത് അതിന് വിദ്യാഭ്യാസത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് സഹായകമായിട്ട് സ്ഥാപനങ്ങളാണ് നമുക്ക് വേണ്ടത്. ആലിയ ആ രീതിയിൽ ഒരുപാട് സംഗതികൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് മുമ്പ് സ്കൂൾ സ്റ്റുഡൻസ് എവിടെയോ പോയി ചെയ്തിരിക്കുന്ന സേവനങ്ങളെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് കാസർഗോഡ് കലക്ടർ വലിയ ഒരു പ്രശംസ പത്രം തന്നെ ഇവിടെ നൽകിയിരിക്കുന്നു. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് നമുക്ക് വേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഏത് തരത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ സ്വഭാവത്തിലും പ്രവർത്തനത്തിലൊക്കെ വരുത്തണം. അങ്ങനെ നമ്മളെ വിദ്യാഭ്യാസം നമ്മൾ തന്നെ സംസ്കരിക്കാനും നമ്മുടെ സമൂഹത്തെ നന്നാക്കാനും അങ്ങനെ അതുവഴിക്കല്ലോ ജനങ്ങളെ ആകർഷിക്കാനും വശീകരിക്കാനും സാധിക്കണം. നമ്മൾ എന്തെല്ലോ പഠിച്ചിട്ട് കുറേ നമ്മൾ സ്വയം തന്നെ ജീവിക്കുകയോ സമ്പാദിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. ഇസുദ്ദീൻ മൗലവിൻ്റെ ഒരേ ഒരു പ്രഖ്യാപനം, ഇത് ഉപജീവനത്തിനുള്ള മാധ്യമല്ല അറിവ് എന്നുള്ളത്. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ സിലബസിൽ വൈദ്യശാസ്ത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഈ ഹംദർദിൻ്റെ രീതിയിലുള്ള ആരോഗ്യ പ്രവർത്തനങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടായിരുന്നു അത് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു സംഗതി കൂടി പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. ഈ പണ്ടുള്ള ആളുകൾക്ക് പിന്നെ സ്വാതന്ത്ര്യം ആലിമീങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്നുള്ള സാധനം തന്നെ നഷ്ടപ്പെടുത്തിയാണ്. കാരണം ഒരു പള്ളിയിൽ ആണ് അവർ പഠിച്ചിരുന്നത്. പള്ളിയിൽ പഠിക്കുമ്പോൾ അവിടെ അവർക്ക് ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോ വീട്ടിലാണ് അവരുടെ ഭക്ഷണം. ഇത് വലിയ ആലിയ തുടങ്ങിയത് തമിഴ്നാട് ജുമാഅത്ത് പള്ളിയിലാണ്. അതിനു മുമ്പ് വലിയൊരു ഷെഡുണ്ടാക്കിയിട്ട് അവിടെ പ്രത്യേകം കിച്ചനും കുക്കുമാരൊക്കെ വെച്ചിട്ട് ഭക്ഷണം തയ്യാറാക്കാൻ ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ആരാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത്, ആരെയാണ് ആശ്രയിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അങ്ങേയറ്റത്തെ ഒരു കീഴ്പ്പെടുന്ന ഒരു സ്വഭാവം, ഒരു കീഴടങ്ങൽ, ഒരു സ്വാതന്ത്ര്യമില്ലായ്മ അത് കാണാൻ കഴിയും. അതായത് ഈ ഒരു മുതലാളിയുടെ വീട്ടിലാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അയാളുടെ എന്തെല്ലാം തന്മകളുണ്ട് അതിനെ സംബന്ധിക്കുന്ന ഏത് കാലത്തും ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാനോ ഈ അവിടെ പഠിച്ച് വളർന്ന ആൾക്ക് ധൈര്യം ഉണ്ടാവുകയില്ല, സാധ്യമല്ല. ഇപ്പോൾ പലിശ അതുപോലെ സക്കാത്ത് മുതലായ സംഗതികളെ പറ്റിയൊന്നും ഒരിക്കലും അവർക്ക് സാധ്യമല്ല. അപ്പോൾ സ്വാതന്ത്ര്യം അതാണ് വളരെ പ്രധാനം. സ്വതന്ത്രമായിട്ട് പഠിച്ച അവർ അറിവ് പ്രകടിപ്പിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടായിരിക്കണം.
അത് ആരുടെയും പരാധീനത ഇല്ലാതെ സ്വതന്ത്രമായിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സ്വാതന്ത്ര്യ ബോധം ഈ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കി തീർക്കാതെ സ്വതന്ത്രമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അവരെ വളർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാണ് ഈ ഹോസ്റ്റൽ സിസ്റ്റമൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ സ്വതന്ത്രമായിട്ട് വളർത്തുകയും സ്വതന്ത്ര ചിന്ത അവരിൽ ഉണ്ടാക്കി തീർക്കുകയും അതേപോലെ തന്നെ പിന്നെ ഈ സമൂഹത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് ചിന്തിച്ച് അവരെ എങ്ങനെയാണ് നമുക്ക് സംസ്കരിക്കാനും മുന്നോട്ട് കൊണ്ടുവരാനും സാധിക്കുകയും ചെയ്യുന്നത് എന്ന് വൈകാരികമായി വേദനയോടുകൂടി തന്നെ ചിന്തിക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു മനസ്സ് ഈ ആളുകൾക്ക് ഉണ്ടാക്കി തീർക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉദ്ദേശവും സ്ഥാപനത്തിൻ്റെ ലക്ഷ്യവുമൊക്കെ ഭംഗിയായി മുന്നോട്ട് പോകാനും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സാധ്യതയും സൗകര്യങ്ങളും സാഹചര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ KV ഉസ്താദിൻ്റെ മൂല്യവത്തായ വാക്കുകൾക്ക് നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ വിശിഷ്ട വ്യക്തികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ സെഷൻ ഉപസംഹരിക്കുന്നതിന് വേണ്ടി TK മുഹമ്മദ് അവർകളെ ക്ഷണിക്കുന്നു. ഇവിടെ ഈ സെഷൻ സമാപിക്കുകയാണ്. വളരെ വിശാലമായ അർത്ഥത്തിൽ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള ആശയ കൈമാറ്റം ഇവിടെ നടന്നിട്ടുണ്ട്. ബഹുമാന്യനായ ഉസ്താദ് വളരെ നന്നായി അത് ശ്രദ്ധിക്കുകയും അവസാനം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വിദ്യാഭ്യാസത്തിൽ വേണ്ട ചില പ്രധാനപ്പെട്ട ഇടപെടലും ശ്രദ്ധയും അതിൽ നമ്മളുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ആത്മാർത്ഥതയും അതിനുവേണ്ടിയുള്ള പ്രയത്നത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഇനി തുടർന്നുള്ള നാളുകളിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആലിയ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ലക്ഷ്യത്തിൽ തന്നെ അടിയുറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതിന് അലുമിനി അംഗങ്ങൾ, ഇവിടെ വന്ന മറ്റ് എല്ലാ നാട്ടുകാരും സഹോദരന്മാരും അവരുടെ മനസ്സ്, അവരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള സഹായങ്ങളും ശ്രമവും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ രാവിലെ 9 മണിക്കാണ് സമാന്തര സെഷനുകൾ ആരംഭിക്കുക. 9 മണിക്ക് മുഴുവൻ അലുമിനി അംഗങ്ങളും, അതിൽ ബനാത്ത്, ആലിയ, ബോയ്സ്, മദ്രസ, ബോർഡിംഗ് തുടങ്ങി ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ വിഭാഗങ്ങളിലും പെട്ട അലുമിനി അംഗങ്ങൾ നാളെ രാവിലെ 9 മണിക്ക് ഇതേ വേദിയിൽ എത്തിച്ചേരണം. അതിനുശേഷമായിരിക്കും സമാന്തര സെഷനുകളിലേക്ക് നമ്മൾ തിരിയുക. 9:30 ഇൻഷാ അല്ലാഹ് ഇവിടെ കലാപരിപാടികൾ, കൾച്ചറൽ പ്രോഗ്രാം ആരംഭിക്കുന്നതാണ്. അതുവരെയും നമസ്കാരം, ഭക്ഷണം തുടങ്ങിയ സംഗതികൾക്ക് വേണ്ടിയുള്ള ഇടവേളയായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.